മനുഷ്യദൃഷ്ടിയിൽ അസാധ്യമായി കരുതിയ ആഗ്രഹം രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച സിസ്റ്റർ ഫ്രാൻസിസ്കയ്ക്ക് ലഭിച്ചത് അത്ഭുത സമ്മാനം. ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട ഫ്രാൻസിസ് പാപ്പയെ നേരിൽ കാണാൻ അത്ഭുതാവഹമായ അവസരം. രോഗികളുടെ ജൂബിലി ആഘോഷത്തിനായി 94-ാം വയസ്സിൽ നേപ്പിൾസിൽ നിന്ന് റോമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ സിസ്റ്റർ ഫ്രാൻസിസ്കയ്ക്ക് ഒരേയൊരു ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വിശുദ്ധവാതിലിലൂടെ കടന്നു പോകണം, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, അങ്ങനെ ദണ്ഡവിമോചനം പ്രാപിക്കണം. ഏതാണ്ട് അന്ധയായ വീൽചെയറിൽ മാത്രം സഞ്ചരിക്കുന്ന സിസ്റ്റർ ഫ്രാൻസിസ്കയുടെ അതേ ലക്ഷ്യത്തോടെ മറ്റൊരാളും അതേ സമയം തന്നെ അവിടെ എത്തിയിരുന്നു. പരിശുദ്ധ പത്രോസിന്റെ കബറിടത്തിന് സമീപം സിസ്റ്റർ നിശബ്ദമായി പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചെറിയ കൂട്ടം ആളുകൾ കടന്നുവരുന്നത് സിസ്റ്റർ ശ്രദ്ധിച്ചു. അവരുടെ നടുവിൽ മറ്റൊരു വീൽചെയർ. ന്യൂമോണിയ ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടതിനു ശേഷം ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ട ഫ്രാൻസിസ് പാപ്പ തന്നെയാണ് ആ വീൽചെയറിലെന്ന് സിസ്റ്റർ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു. സിസ്റ്റർ ഫ്രാൻസിസ്കയുടെ അതേ ലക്ഷ്യത്തോടെയായിരുന്നു പാപ്പയും അവിടെ എത്തിയത്. പ്രാർത്ഥിക്കാനും കുമ്പസാരിക്കാനും വിശുദ്ധവാതിലൂടെ കടന്നു പോകാനും ഈ രണ്ട് വീൽചെയറുകൾ സെൻട്രൽ നേവിൽ കൂട്ടിമുട്ടിയപ്പോൾ സിസ്റ്റർ ഫ്രാൻസിസ്കയ്ക്ക് ആവേശമടക്കാനായില്ല. എത്ര മനോഹരം, എത്ര സുന്ദരം, സിസ്റ്റർ ഫ്രാൻസിസ്ക ആവർത്തിച്ചുകൊണ്ടിരുന്നു. അവൾ മാർപ്പാപ്പയുടെ നേരെ കൈനീട്ടി. ജീവിതത്തിന്റെ 75 വർഷങ്ങളും ആവൃത്തിക്കുള്ളിൽ ചെലവഴിച്ച സിസ്റ്റർ ഫ്രാൻസിസ്കെ ബാറ്റിലോറെ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അത്ഭുതമെന്ന് വിളിക്കുന്നത് ഈ യാത്രയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയെ കണ്ടുമുട്ടാൻ ലഭിച്ച അപൂർവ അവസരത്തെയാണ്. രോഗബാധിതനായ ശേഷം വത്തിക്കാനിലെ ഏറ്റവും മുതിർന്ന കർദിനാൾമാർക്ക് പോലും പാപ്പയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരം ലഭിക്കാത്ത സാഹചര്യത്തിലാണ് 10 മിനിറ്റോളം സിസ്റ്റർ ഫ്രാൻസിസ്കയോടൊപ്പം പാപ്പ ചെലവഴിച്ചത്. ഒരു സ്വകാര്യ ആഗ്രഹമായി പാപ്പയെ കാണാനുള്ള അവസരം ഞാൻ ദൈവത്തോട് ആവശ്യപ്പെട്ടിരുന്നു. അത് അസാധ്യമാണെന്ന് ഞാൻ കരുതി. എന്നാൽ ദൈവം പാപ്പയെ എന്റെ അടുത്തേക്ക് അയച്ചു. ഞാൻ പാപ്പയുടെ കരം ചുംബിച്ചു. പാപ്പ സന്തോഷവാനായി കാണപ്പെട്ടു. ഈയിടെയായി എന്റെ ഏറ്റവും ചെറിയ ആഗ്രഹങ്ങൾ പോലും ദൈവം സാധിച്ചു തരുന്നു, സിസ്റ്റർ ഫ്രാൻസിസ്ക പറഞ്ഞു. പാപ്പയുമായി സിസ്റ്റർ ഫ്രാൻസിസ്ക നടത്തിയ സംഭാഷണവും ഏറെ ഹൃദയസ്പർശിയായിരുന്നു. ഞാൻ വളരെയധികം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പിതാവ് സുഖപ്പെടാൻ ഞാൻ എന്റെ ജീവിതം യേശുവിന് നൽകി, പകരം ഞാൻ പോകാം. ഇത് കേട്ട് പാപ്പ പുഞ്ചിരിച്ചു. തുടർന്ന് സിസ്റ്റർ ഫ്രാൻസിസ്ക നിശബ്ദയായി ഇപ്രകാരം കൂട്ടിച്ചേർത്തു: ഇപ്പോൾ ഞാൻ ശുദ്ധമായ സ്നേഹത്താൽ പ്രചോദിതയായി മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതാണ് എനിക്ക് വേണ്ടത്. അവനുമായുള്ള എന്റെ അവസാന കൂടിക്കാഴ്ച ഞാൻ എന്റെ ജീവിതം ജീവിച്ചു പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗേന ന്യൂസ്.